ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു ചെറിയ ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്നുള്ളത്. കുറച്ച് നാളായിട്ട് എൻ്റെ മുടി ഭയങ്കര ഫ്രിസി ആയിട്ട് ഭയങ്കര പൊട്ടിപ്പോകുന്നു, ഒട്ടും തന്നെ മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു കേട്ടോ ഉള്ളത്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു 1 വീക്ക് ഹെയർ കെയർ ചലഞ്ച് ചെയ്യാമെന്ന്. 1 വീക്ക് കൊണ്ട് നമ്മുടെ മുടി നമുക്ക് ഓക്കെ ആക്കി എടുക്കാൻ പറ്റില്ല, പക്ഷേ ഇത് ഒരു ചെറിയൊരു ബിഗിനിങ് എന്ന നിലയ്ക്ക് നമുക്ക് 1 വീക്ക് ഒരു ചലഞ്ച് ചെയ്യാം. പിന്നീട് അങ്ങോട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ എങ്ങനെ നോക്കുന്നു അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ മുടി ഉണ്ടാകുന്നത് കേട്ടോ, അതും കൂടെ പറയാം. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് നമ്മുടെ ചലഞ്ചിൻ്റെ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓയിലിംഗ് ആണ്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. എൻ്റെ മുടിയുടെ ലെങ്ത് വന്നിട്ട് എനിക്ക് ജെനറ്റിക്സ് വഴി കിട്ടിയിട്ടുള്ളതാണ്. പാരമ്പര്യമായിട്ട് എൻ്റെ ഫാമിലിയിലുള്ളവർക്ക് അത്യാവശ്യം നല്ല ലെങ്ത് വെക്കുന്ന മുടിയാണ്. അപ്പം അങ്ങനെ കിട്ടിയിട്ടുള്ള മുടിയാണിത്. അതുകൊണ്ട് ലെങ്ത് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്ത് ഉണ്ടായ ലെങ്ത് അല്ല. പിന്നെ നമുക്കുള്ള മുടി നമ്മൾ സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഹെൽത്ത് നിലനിൽക്കുന്നത്. അത് നമ്മുടെ പാരമ്പര്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മുടെ മുടിയുടെ കളറോ അല്ലെങ്കിൽ നമ്മുടെ മുടിയുടെ ടെക്സ്ചറൊക്കെയാണ് നമുക്ക് പാരമ്പര്യമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ. നമ്മുടെ മുടി ഫ്രിസി ആവുന്നതോ പൊട്ടിപ്പോകുന്നതോ സ്പ്ലിറ്റൻസ് വരുന്നതോ ഇതൊന്നും നമ്മുടെ പാരമ്പര്യമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളല്ല കേട്ടോ. അതൊക്കെ നമ്മൾ കെയർ ചെയ്യാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. അത് ഞാൻ ആദ്യമേ തന്നെ ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഓയിലിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് കോക്കനട്ട് ഓയിലും ഒലീവ് ഓയിലുമാണ്. അപ്പോൾ 3 സ്പൂൺ കോക്കനട്ട് ഓയിലും 1.5 സ്പൂൺ ഒലീവ് ഓയിലുമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഹെയറിൻ്റെ ലെങ്തിനനുസരിച്ചിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട്. ഇതിപ്പം ഇത്തിരി കൂടിപ്പോയതിനായിട്ട് പ്രശ്നമൊന്നുമില്ല, നമുക്ക് വീണ്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിതൊരു ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. ലൈറ്റായിട്ട് ചൂടാക്കി എടുത്തിട്ട് നമ്മുടെ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് നമ്മൾ ഈ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുടി ഇങ്ങനെ ചെറിയ ചെറിയ സെക്ഷൻസ് ആക്കി എടുത്തിട്ട് നമ്മുടെ ഓരോരോ പോർഷനിലും നമ്മൾ നന്നായിട്ട് ഈ ഓയിൽ നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എണ്ണ ഇങ്ങനെ ചൂടാക്കി ഉപയോഗിക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ ഒരു ചെറിയ ചൂടുള്ള എണ്ണ ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്കാൽപ്പിലേക്ക് പെട്ടെന്ന് ഇത് അബ്സോർവ് ആവുകയും നമ്മുടെ മുടിക്ക് എന്താ പറയുക ഫ്രിസ്നെസ്സൊക്കെ കുറയ്ക്കാനായിട്ടും ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ ഹെയറിൻ്റെ ബ്രേക്കേജസ് കുറയ്ക്കാനും ഒക്കെ ഇത് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും. നമ്മൾ കുറച്ചായിട്ട് ഓയിൽ ഇങ്ങനെ ഫിംഗർ ടിപ്സിലോ അല്ലെങ്കിൽ നമ്മൾ കോട്ടൺ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എനിക്കിപ്പോൾ ഇതാണ് ഈസി എന്നുള്ളത് കൊണ്ട് ഞാനിങ്ങനെ ഫിംഗർ ടിപ്സിലെടുത്തിട്ട് ഹെയറിൻ്റെ സ്കാൽപ്പിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നുണ്ട്. ബാക്കിയുള്ള എണ്ണ നമ്മുടെ ലെങ്തിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഡീപ്പ് ഓയിലിങ്ങാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് ഷാമ്പൂ കണ്ടീഷൻ ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പം നമ്മൾ എന്ത് ഹെയർ കെയർ ചെയ്യുമ്പോഴും ഹെയർ വൃത്തിയായിട്ടിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ നല്ലപോലെ ഓയിലിങ് ചെയ്തിട്ട് ഷാമ്പൂ വാഷ് ചെയ്ത് ഹെയർ ക്ലീൻ ആക്കി വെക്കും. അങ്ങനെ ആകുമ്പോഴാണ് പിറ്റേ ദിവസം നമ്മൾ എന്തെങ്കിലും ഹെയർ മാസ്കുകളൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ഹെയറിൽ എന്തെങ്കിലും ഗുണം ഉണ്ടാവുള്ളൂ. ഹെയറിൽ എന്തെങ്കിലും ഡേർട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അത്രയും അങ്ങോട്ട് യൂസ്ഫുൾ ആവില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല ഹെയർ ഓയിലിംഗ് ഒക്കെ ചെയ്ത് നല്ലൊരു മസാജ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു തോർത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടവലോ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ തലമുടിയിൽ ഒരു 10 മിനിറ്റ് ഇങ്ങനെ കെട്ടി വയ്ക്കുക. അപ്പോൾ ഇത് നമ്മുടെ സ്കാൽപ്പിൻ്റെ പോഴ്സൊക്കെ ഓപ്പൺ ആവാനും നമ്മളിപ്പം തലയിൽ വെച്ചിരിക്കുന്ന ആ ഒരു ഓയിൽ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് നമ്മുടെ എന്താ പറയുക സ്കാൽപ്പിലേക്ക് പെനിട്രേറ്റ് ആവാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി നമുക്ക് ഷാമ്പൂവും കണ്ടീഷണറും ഉപയോഗിച്ചിട്ട് നമ്മുടെ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. ഞാൻ പിന്നെ നാച്ചുറലായിട്ട് തന്നെ മുടി ഉണങ്ങാനാണ് വിടാറുള്ളത്. വേറെ ഹെയർ ഡ്രയറോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാറില്ല. ഫസ്റ്റ് ഡേ നമ്മൾ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. കാണുമ്പോൾ വളരെ സിമ്പിളാണെന്ന് തോന്നുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സെക്കൻഡ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.